പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കാക്കാഷി ടീമിനെ കാണിക്കുന്നു. ഇവിടെ കാക്കാഷി പറയും, നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ പോലും കിട്ടാതെ തോറ്റുമടങ്ങി ഒരിക്കലും ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. തട്ട് ചെയ്താ ഇപ്പൊ വില്ലത്തി പെണ്ണ് അവളെ 5 പേരോട് പറയും, എനിക്ക് ഒറോച്ചുമാറു പുതിയൊരു മിഷൻ തന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ യാതൊരു പരിക്കുകളും ഇല്ലാതെ ആ ഒരു നദിക്കരയിൽ എത്തിക്കണം. നമുക്ക് വേറെ വഴിയില്ല. ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആക്കിയാലേ ഒറോച്ചുമാറുവിന്റെ മുൻപില് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. പക്ഷെ പോകുന്ന വഴിയില് ധാരാളം ശത്രുക്കൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് അതിനവര് പറയും, നീ വരുന്നതിന് മുൻപേ കുറച്ചുപേരെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അവർ 5 പേരുണ്ട്, കൂടെ ഒരു പട്ടിയും. അവര് ലീഫ് വില്ലേജിലുള്ളവരാണോ അക്കാസ്കി മെമ്പേഴ്സ് ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അത് കേട്ട് അവൾ ഞെട്ടും. ഇതിപ്പോഴാണോ പറയണേ? എങ്കിൽ എത്രയും പെട്ടെന്ന് അവര് 5 പേരെയും പിടിച്ചു കെട്ടി എന്റെ മുൻപിൽ കൊണ്ടുവരണം. അപ്പൊ കുട്ടപ്പൻ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ മഞ്ഞത്തവളയുടെ വയറ്റിലിരുന്ന് അവന്റെ ചക്ര പവർ അതെവിടുന്നാണ് ഫോം ആവുന്നതെന്ന് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇത്തവണ ഞാനത് കണ്ടുപിടിച്ച് കമ്പൈൻ അറ്റാക്ക് അത് നടത്തിയിരിക്കും. അപ്പൊ കുട്ടപ്പൻ അവൻ കറക്റ്റ് ആയിട്ട് അവന്റെ ചക്ര പവർ കണ്ടുപിടിക്കും. മഞ്ഞത്തവള കറക്റ്റ് ആയിട്ട് അവന്റെ ചക്ര പവർ ഉപയോഗിച്ച് ഇപ്പൊ പുറത്തേക്ക് തുപ്പും. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ കുട്ടപ്പനും ചക്ര അപ്ലൈ ചെയ്യുമ്പോ അവൻ അങ്ങനെ തെറിച്ചുപോയി കിലോമീറ്റർ ദൂരത്ത് ഇപ്പൊ കറങ്ങി അടിച്ച് വീഴാണ്. അതിന് ഗാമത്തവള തുള്ളിച്ചാടി, വാവ്, അടിപൊളിയായിട്ടുണ്ട്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ ഓക്കെ അല്ലേ കുട്ടപ്പാന്ന് ഇപ്പൊ നറൂട്ടോയോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ ചിരിച്ചിട്ട് പറയും, ഞാൻ ഓക്കെ ആണ്, മാത്രമല്ല ഇവന്റെ ചക്ര പവർ അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ കറക്റ്റ് ടൈമില് ഇപ്പൊ അവിടേക്ക് സാക്കുറ കടന്നു വന്ന്, ഓ, നീ ഇവിടെ തവളകളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരുപാട് സമയമായി ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടപ്പൻ, ഞാൻ ഓൾറെഡി ഇപ്പൊ ഒരുപാട് നേരമായി ഇവരുമായിട്ട് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. സാക്കുറ കുട്ടപ്പനെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട്, നീ ഇത്ര നേരം കുളിച്ചിട്ടും നിന്റെ സ്മെല്ല് മാറിയില്ലേ? ഇനി സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ് സാക്കുറ ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകും. അപ്പൊ കുട്ടപ്പൻ അവൻ ആ തവളകൾ നോക്കി ഇപ്പൊ വിളിച്ചു പോവും, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മിഷൻ ഉണ്ട്, അതുകൊണ്ട് ട്രെയിനിങ് അത് നമുക്ക് പിന്നീട് എടുക്കാം. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷി, ഹിനട്ട, കിബ, അക്കമരു എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു 5 അംഗ സംഘത്തിലെ ആ ഒരു മസിൽമാൻ അവൻ ചാടി വീണ് കാക്കാഷിയെ പിടിച്ചു വലിച്ച് ഇപ്പൊ അവിടുന്ന് എടുത്തോണ്ട് ദൂരത്തേക്ക് പോവും. അപ്പൊ ഹിനട്ട അവളുടെ വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്യുമ്പോ അവൾക്ക് മനസ്സിലാവും വില്ലന്മാരവരുടെ തൊട്ടടുത്തെത്തിയെന്ന്. കിബയും ഹിനട്ടയും ഇപ്പൊ മുൻപോട്ട് ഓടുമ്പോ ബാക്കിയുള്ളവരിൽ 3 പേര് അവരുടെ മുന്നിൽ വന്നു നിൽക്കും. അപ്പൊ അതിൽ ഒരുത്തൻ പറയും, ഗോസ് ഓൾറെഡി ഇവരുടെ ലീഡറിനെ തൂക്കിയെടുത്തു കൊണ്ടുപോയി. ഇവരുടെ 2 പേരുടെയും കാര്യം അതെങ്കിലും നമ്മൾ 3 പേരും ചേർന്ന് ഇപ്പൊ തീരുമാനമാക്കണം. നമ്മുടെ ആൾക്കാർ പേടിച്ചു വിറച്ച് നിൽക്കാണ്. കിബ പറയും, ഇവരാണ് ഐഡോട്ടിലുണ്ടായിരുന്ന ആ വില്ലന്മാര്, അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ 2 ആൾക്കാരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ കിബ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ആദ്യം ഞാനും അക്കമുരുവും ചേർന്ന് ഒരുത്തനെ കറക്കി അടിച്ച് താഴെയിടാം, പിന്നീട് നമുക്ക് 2 പേർക്കും ചേർന്ന് ബാക്കിയുള്ള 2 പേരെ നേരിടാന്ന് പറയുമ്പോ അതിന് അവള് ചോദിക്കും, ആദ്യം നമ്മള് ആര് നേരിടും? ഹിനട്ട പറയും, ആ മാസ്ക് ഇട്ടവൻ അവൻ വളരെ ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് ആദ്യം അവനെ അടിക്കാന്ന് പറഞ്ഞ് അവള് കറങ്ങി കറങ്ങി അവന്റെ അടുത്തേക്ക് കുതിക്കുമ്പോ അവരാവട്ടെ എന്തോ ഒരു ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് എസ്കേപ്പ് ആവും. ഇവിടെ കിബയാവട്ടെ അവൻ വീണ്ടും സ്മെല്ല് ചെയ്യും, പക്ഷെ അവനിപ്പോ യാതൊരു സ്മെല്ലും കിട്ടില്ല. അപ്പൊ കറക്റ്റ് ടൈമില് ഒരു വില്ലൻ വന്ന് കിബയെ തട്ടിത്തെറിപ്പിക്കും. കിബ പേടിച്ചു വരണ്ട് അവൻ ചുറ്റും നോക്കും. അപ്പൊ ആ ഒരു വില്ലത്തി അവള് കിബയെ അടിക്കാനായിട്ട് ഇപ്പൊ പാഞ്ഞു വരികയാണ്. അത് കണ്ട ഉടനെ ഇപ്പൊ ഹിനട്ട ചാടി വീണ് കിബയെ തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടും. അവള് കിബയോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇവളുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. കിബ ടെൻഷനായിട്ട് പറയും, എനിക്ക് അവരെ സ്മെല്ല് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ഹിനട്ട, കുഴപ്പമില്ല, എനിക്ക് എന്റെ വ്യാഹു കണ്ണുവെച്ച് അവരെ കാണാൻ കഴിയുന്നുണ്ട്. വില്ലത്തി വീണ്ടും അവിടെ ഒരുപാട് സ്മോക്ക് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഹിനട്ടെ അടിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് ചാടി വീഴും. പക്ഷെ ഹിനട്ട അവൾ ഓൾറെഡി അവളുടെ അറ്റാക്ക് മുഴുവൻ ഇപ്പൊ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഹിനട്ട അവളുടെ കൈ പിടിച്ച് തിരിച്ച് അവളെ മടക്കി ലോക്ക് ചെയ്യും. പക്ഷെ വില്ലത്തി അവൾ നിസ്സാരക്കാരിയല്ല, അവള് ചാടി വീണ് ഹിനട്ടയുടെ ചക്ര പോയിന്റിൽ തന്നെ ആഞ്ഞു വെട്ടുകയാണ്. ഹിനട്ട ഒരു സെക്കൻഡ് ഷോക്കായിട്ട്, ഇവൾക്കെങ്ങനെ എന്റെ ചക്ര പോയിന്റ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പിടികിട്ടിയെന്ന് പറഞ്ഞ് അവളുടെ ഓരോ പഞ്ചും തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കും. തട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ഒരു ജിമ്മൻ അവന്റെ സ്ട്രെങ്തും മസിൽസും ഫാസ്റ്റും ഇൻക്രീസ് ചെയ്ത് ചെയ്ത് ഇപ്പൊ കാക്കാഷിയെ എടുത്തിട്ട് ഇണ്ടനടിക്കുകയാണ്. പക്ഷെ നമ്മുടെ കാക്കാഷി ആളൊരു അടിപൊളി മാസ്റ്റർ ആണ്. കാക്കാഷി ഇപ്പൊ ഹായ് ആയിട്ട് വില്ലന്റെ പിന്നിൽ നിൽക്കുകയാണ്. കാക്കാഷി പറയും, നീ ഫൈറ്റ് ചെയ്യുന്നത് എന്റെ വെറും ഒരു ക്ലൗണുമായിട്ടാണ്, എന്റെ പവറിന് മുന്നില് നീ ഒന്നുമല്ല,
അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ കീഴടങ്ങുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. കാക്കാഷി ഒരു കത്തിയെടുത്ത് ഇപ്പൊ അവന്റെ കഴുത്തിൽ വെച്ച് ഇപ്പൊ തന്നെ നീ ലീഫ് വില്ലേജിലേക്ക് നടക്കണം. നീ എന്റെ കൂടെ ലീഫ് വില്ലേജിലേക്ക് വരണം. അതിനാ വില്ലൻ അവനൊരു സമറിൻ ജിപ്സ് ഉപയോഗിച്ച് അവനെ തന്നെ ഇപ്പൊ ചെറുതാക്കും. കട്ട് ചെയ്താ നമ്മുടെ വില്ലത്തി അവള് മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ക്രിസ്റ്റൽ ജിപ്സ് ഉപയോഗിച്ച് ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യും. അതേസമയം ഇവിടെ ഹിനട്ട അവൾ അടികൊണ്ട് അങ്ങനെ തളർന്നു കിടക്കുകയാണ്. വില്ലത്തി പറയും, നിനക്കൊരിക്കലും എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല, കാരണം നീ വെറും ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ അവളെ കളിയാക്കും. കട്ട് ചെയ്ത ആ ചെറിയ സൈസിലായ വില്ലൻ അവൻ ഒട്ടനെ ചാടി വന്ന് അവന്റെ സൈസ് കൂട്ടി ചവിട്ടി തെറിപ്പിച്ച് ഇപ്പൊ മുൻപോട്ട് കുതിച്ചു പായും. അവസാനം കാക്കാഷിക്ക് മനസ്സിലാവും അവന്റെ ശരീരം കണ്ണ് അതുപയോഗിച്ചാലേ തീരൂ. കാക്കാഷി ശരീരം കണ്ണ് തുറന്ന് അവന്റെ ചിത്തോരി പവർ എടുക്കുമ്പോ വില്ലനാവട്ടെ അവന്റെ വായിലൂടെ എന്തോ ഒരു സാധനം ഇപ്പൊ പുറത്തേക്ക് തുപ്പാണ്. ഇവിടെ ഹിനട്ടയ്ക്ക് അവൾക്ക് ബോധം വരുമ്പോ അവളുടെ ചുറ്റിലും ഒരുപാട് പുക മാത്രമായിരിക്കും അവള് കാണുക. ആ ഒരു വില്ലത്തെ ഇപ്പൊ ഹിനട്ടയെ കൊല്ലാനായിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഹിനട്ട അവളെ നോക്കി പേടിച്ച് വിറച്ചിരിക്കുമ്പോ കറക്റ്റ് ടൈമിൽ വലിയ സൗണ്ട് ഉണ്ടാക്കി ഇപ്പൊ കിബ അവിടേക്ക് ചാടി വീണ് അവളെ രക്ഷപ്പെടുത്തും. അപ്പൊ ഹിനട്ട അവള് കിബയോട് ചോദിക്കും, ഇത്രയും വലിയ പുകയായിരുന്നല്ലോ, പിന്നെങ്ങനെ നീ എന്നെ കണ്ടു? അതിന് കിബ പറയും, ഞാനും അക്കമുരും ചേർന്ന് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം തന്നെ ഒടിച്ചു കളഞ്ഞു. സോ പുറത്തുള്ള കാറ്റ് അതകത്തേക്ക് വന്നപ്പോ ആ പുക മാറി നിന്നെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആ ഒരു നാലാമൻ അവൻ അവിടേക്ക് പതിയെ വന്ന് ഒരു പിങ്ക് കളറുള്ള ഒരു കളർ ബോംബിട്ട് വീണ്ടും നമ്മുടെ ആൾക്കാരെ ചുറ്റും ഓടിക്കാൻ തുടങ്ങും. അതിന് കിബ അവൻ വിളിച്ചു പറയും, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ പവറിന് മുന്നില് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോ ആ ഒരു മെയിൻ വില്ലൻ അവന് മനസ്സിലാവും സിറ്റുവേഷൻ അത് വളരെ മോശമാണെന്ന്. അവൻ ഒട്ടനെ ഇപ്പൊ അവന്റെ കൂടെയുള്ളവരോട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരികെ പോണെന്ന് പറയും. അപ്പൊ വില്ലന്മാര് അവര് പേടിച്ചോടുന്ന കാണുമ്പോ ഇവിടെ കിബയ്ക്ക് അവനൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിൽ നിന്ന് നമ്മുടെ സ്വത്തുമണി ഷിനോ അവന്റെ ഈച്ചകളെ വെച്ച് ആ 5 പേരെയും ഇപ്പൊ മിരട്ടി ഓടിച്ചു. അങ്ങനെ വീണ്ടും നമ്മുടെ ടീം എല്ലാവരും ആ ഒരു വില്ലന്മാരുടെ കയ്യിൽ നിന്ന് ഇപ്പൊ തലനാരഴയ്ക്ക് രക്ഷപ്പെടും. ആകാശി പറയും, ആ ഒരു ജിമ്മം വില്ലന്റെ കയ്യിലാണ് എനിക്ക് അടിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ക്രിസ്റ്റൽ ജിപ്സ് ഉപയോഗിക്കുന്ന ആ ഒരു വില്ലൻ അവൻ ഇപ്പോഴും പുറത്തെവിടെയോ ഹായ് ആയിട്ട് നടക്കുകയാണ്. ഇതുവരെ അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത ഈ വില്ലത്തെ അവളൊരു മാജിക് ബോൾ എടുത്ത് അതില് കാക്കാഷിയെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഇവനാണ് കാഫി നിഞ്ച ലീഫ് വില്ലേജിലെ കാക്കാഷി. ഇവൻ ആള് ഡേഞ്ചറാണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ മിഷൻ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അപ്പൊ മറ്റൊരിടത്ത് ഇപ്പൊ ഇക്കിമാരു ആവട്ടെ അവളുടെ അമ്മ അവസാനമായിട്ട് കൊടുത്ത ആ ഒരു ലോക്കറ്റ് മാല അത് കയ്യിൽ പിടിച്ച് അവസാനമായിട്ട് അവളുടെ അമ്മ അവളുടെ മുഖത്ത് ഇപ്പൊ പതിയെ തലോടുന്നത് ഓർക്കും. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തില് അവൾ അമ്മ എന്ന് വിളിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.